പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് കോളിഫ്ലവർ മോഷ്ടിച്ച കള്ളനെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികളുടെ കത്ത്. തൈക്കാട് LPSലാണ് മോഷണം നടന്നത്. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക്, ഞങ്ങൾ തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSLPSലെ കുട്ടികളാണ്. മന്ത്രി അപ്പൂപ്പൻ നമ്മുടെ സ്കൂളിൽ വന്നതല്ലേ? ആരൊക്കെയോ സ്കൂൾ പരിസരത്ത് ആളില്ലാ നേരത്ത് കയറി പച്ചക്കറി മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. ശിവൻകുട്ടി അപ്പൂപ്പൻ ഈ വിഷയം ഗൗരവത്തോടെ കാണണം. നെഞ്ചുരുകിയാണ് ഈ കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതിയത്. അത്രയധികം വിഷമമുണ്ട് അവർക്ക്. രാവിലെ സ്കൂളിൽ വന്നാൽ വെള്ളമൊഴിക്കും. വളമിടുന്നതും കള പറിക്കുന്നതും ഒക്കെ കുട്ടികൾ തന്നെ. അങ്ങനെ ആറ്റുനോറ്റ് പരിപാലിച്ചുണ്ടാക്കിയ പച്ചക്കറിയാണ് ആ കള്ളൻ കൊണ്ടുപോയത്. അതും വിളവെടുക്കാനിരുന്ന ദിവസം. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും? വിളവെടുക്കാൻ വേണ്ടി വന്നപ്പോ ഒരു കോളിഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു, വഴുതനയൊന്നും ഇല്ലായിരുന്നു. എത്ര ഉണ്ടായിരുന്നു ഇവിടെ കോളിഫ്ലവർ 32 ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഉള്ളൂ. അത് വളരുന്നേ ഉള്ളൂ. നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടം. എന്ത് ചെയ്ത് എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? മന്ത്രി അപ്പൂപ്പനെ അറിയിച്ചോ? വൈകിട്ടും രാവിലെ ഒക്കെ എണ്ണ ഒഴിക്കുമായിരുന്നു. അന്ന് വെള്ളിയാഴ്ച വന്നപ്പോ ആണ് 5 എണ്ണം പോയത്. പിന്നെ അത്ര ഇതാക്കിയില്ല. പിന്നെ തിങ്കളാഴ്ച വന്നപ്പോഴും ഫുള്ളും പോയത്. പോലീസിൽ പരാതി നൽകി മന്ത്രിക്ക് കത്തെഴുതി. ഒരൊറ്റ ആവശ്യം, കള്ളനെ പിടിക്കണം. ഒരു ജീവികളും ഇത്രയും 30 എണ്ണം ഒന്നും ഒരുമിച്ച് ഒന്നും കഴിച്ചിട്ട് പോകത്തില്ല. ആണെങ്കിൽ തന്നെ അതിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കാണണ്ടേ? ഇത് സ്കൂളുമായിട്ട് നിരന്തരം ബന്ധമുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നന്നായിട്ട് അറിയുന്ന ആരോ ചെയ്തായിരിക്കാനാണ് സാധ്യത. സ്കൂളിൽ CCTV വെക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് PTA ഭാരവാഹികളും പറയുന്നു. ഒരിടയ്ക്ക് ആലോചന ഉണ്ടായി സെക്യൂരിറ്റീനെ വെക്കാൻ. പക്ഷെ അപ്പോഴായാലും അതിന്റെ ഒരു സാമ്പത്തിക ബാധ്യത PTA എടുക്കണം. ഈ കൃഷിയടക്കം നമ്മളടക്കം ഫണ്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ. അപ്പൊ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വലിയ വെല്ലുവിളി തന്നെയാണ്. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തൊന്നും CCTV ഇല്ലാത്തതാണ് കേസ് അന്വേഷണത്തിൽ വെല്ലുവിളി. News 18 തിരുവനന്തപുരം.